നമസ്കാരം. കേരള PSCയുടെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രമുഖ സ്മാരകങ്ങളും അവയുടെ ആസ്ഥാനവും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പരീക്ഷ പേപ്പറുകളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളിൽ PSC ചോദിച്ച മിക്ക ചോദ്യപേപ്പറുകളിലും ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഒരു ഭാഗം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആ ഭാഗത്തുനിന്ന് PSC ചോദിക്കുന്ന ചോദ്യങ്ങളുടെ വരവ്, അതിന്റെ രീതി എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണെന്ന് പഠിക്കേണ്ടത് എന്നിവയാണ്. അങ്ങനെ ഈ ഭാഗത്തുനിന്ന് PSC അടുത്ത് ചോദിച്ച ചില ചോദ്യങ്ങൾ പറഞ്ഞു വരാം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇത് 38/2024 ഡിഗ്രി പ്രിലിംസിന്റെ ഒരു ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ഇത്തരത്തിൽ നമുക്കറിയാം, തുഞ്ചൻ പറമ്പ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പേരിൽ സ്ഥാപിതമായ ഒന്നാണ് തുഞ്ചൻ പറമ്പ്. അതുപോലെ തന്നെ കിള്ളിക്കുറിശിമംഗലം അല്ലെങ്കിൽ കലക്കത്ത് ഭവനം എന്നൊക്കെ പറയുന്നത് കുഞ്ചൻ നമ്പ്യാരുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആശാൻ സ്മാരകം കുമാരനാശാന്റേതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അതായത് സ്മാരകങ്ങളും അവയുടെ ആസ്ഥാനങ്ങളും സ്ഥിരമായി PSC ഉൾപ്പെടുത്തുന്നു ചോദ്യപരീക്ഷകളിൽ. അപ്പൊ ഉറപ്പായും ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു സാംസ്കാരിക സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്മാരകം ഒക്കെ പഠിക്കുമ്പോൾ അവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് രൂപം കൊണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഓർമ്മിച്ച് വെക്കണം. അപ്പോ നമ്മുടെ ഇവിടുത്തെ ചോദ്യം, കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ തുഞ്ചൻ പറമ്പിന്റെ ഒരു ചിത്രം ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. തിരൂര് എവിടെയാണ്? തിരൂര്. ഈ തിരൂര് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരൂർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ്. തിരൂർ എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് സാംസ്കാരിക സ്മാരകങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക്, എന്തിനാണ് തുഞ്ചൻ പറമ്പ് സ്ഥാപിതമാകുന്നത്, അല്ലെങ്കിൽ എന്താണ് തുഞ്ചൻ പറമ്പിന്റെ പ്രത്യേകത? നമുക്കറിയാം, മലയാള ഭാഷയുടെ പിതാവ്, ഭാഷാ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഭാഷാ പിതാവ് എന്നറിയപ്പെടുന്നു. ഇനി അതുപോലെ തന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനം, കിളിപ്പാട്ട് അല്ലെ, ശാരിക പൈതലെ ചാരുശീലേ വരികോമലേ അരികത്തിരി. അതായത് കിളിപ്പാട്ട് എന്ന പ്രസ്ഥാനം രൂപം കൊടുത്തത് ആര് തന്നെയാണ്? ഈ പറയുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഓർത്തു വയ്ക്കുക, കിളിപ്പാട്ട് പ്രസ്ഥാനം എഴുത്തച്ഛൻ്റെതാണ്. ഭാഷാ പിതാവ് എന്നറിയപ്പെടുന്നു. ഇനി അതുപോലെ തന്നെ പുതുമലയാണ്മ തൻ മഹേശൻ എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? എഴുത്തച്ഛനാണ്. എഴുത്തച്ഛനെ പുതുമലയാണ്മ തൻ മഹേശൻ എന്ന് വിളിച്ചത് വള്ളത്തോളായിരുന്നു. ആരാണ് വിളിച്ചത്? വള്ളത്തോളാണ് വിളിച്ചത്. അപ്പൊ കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? തിരൂരാണ്. അത് മലപ്പുറം ജില്ലയിലാണ്. എഴുത്തച്ഛന്റെ പേരിലാണ് ഈ സ്മാരകം പ്രവർത്തിക്കുന്നത്. ഇത് എഴുത്തച്ഛന്റെ സ്മാരകമാണ്. എഴുത്തച്ഛനെ ഭാഷാപിതാവെന്നും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവെന്നും വിളിക്കുന്നു. പുതുമലയാണ്മതൻ മഹേശൻ എന്ന വള്ളത്തോൾ വിശേഷിപ്പിച്ചതും എഴുത്തച്ഛനെയാണ്. സെറ്റ് അല്ലേ? അപ്പോ നമുക്ക് മറ്റ് ചില ഇത്തരത്തിലുള്ള സ്മാരകങ്ങളും കാര്യങ്ങളും ഒന്ന് നോക്കി വരാം. ഞാനിതിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് തുഞ്ചൻ സ്മാരകം. അത് നമ്മളിപ്പോൾ പറഞ്ഞു. തുഞ്ചൻ സ്മാരകം, അവിടെ ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, തുഞ്ചൻ ദിനം എന്നാണ്. അതായത് മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛന്റെ പേരിലുള്ള തുഞ്ചൻ ദിനം. ഓർത്തു വയ്ക്കുക, തുഞ്ചൻ ദിനം ഡിസംബർ 31. ഡിസംബർ 31. മക്കളെ, തുഞ്ചത്ത് എന്നുള്ള വാക്ക് ഓർത്തു വയ്ക്കുക. തുഞ്ചത്ത് എന്നാൽ അറ്റത്ത് എന്നർത്ഥം. ഒരു വർഷത്തിന്റെ അറ്റത്തുള്ള ദിവസം എന്നാണ് കണക്ക്. ഇപ്പൊ ഒരു വർഷത്തുള്ള അറ്റത്തുള്ള ദിവസം എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസംബർ 31 അല്ലേ? അപ്പൊ ആ ഡിസംബർ 31 തുഞ്ചൻ ദിനം. സെറ്റ് അല്ലേ മക്കളെ? എങ്കിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം. കുഞ്ചൻ നമ്പ്യാർക്ക് ആക്ച്വലി 2 സ്മാരകങ്ങളുണ്ട്. ഒന്ന് അമ്പലപ്പുഴയും മറ്റൊന്ന് കലക്കത്ത് ഭവനവും. അമ്പലപ്പുഴ അത് ആലപ്പുഴയിലാണ്. അദ്ദേഹം മരണപ്പെടുന്നത് അവിടെ വെച്ചാണ്. കലക്കത്ത് ഭവനം പാലക്കാടാണ്. അദ്ദേഹത്തിന്റെ ജന്മഭവനമാണത്. അപ്പൊ എന്തൊക്കെയാണ് നമുക്കവിടെ അറിയേണ്ടത്? നമുക്കറിയാം, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. എന്തിന്റെ ഉപജ്ഞാതാവാണ്? തുള്ളൽ പ്രസ്ഥാനം. ഓക്കെ അല്ലെ? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹം അവതരിപ്പിച്ച ആദ്യത്തെ തുള്ളൽ ഒരു ശീതങ്കൻ തുള്ളലായിരുന്നു. ശീതങ്കൻ തുള്ളൽ. ഓക്കെ അല്ലെ? ഈ ശീതങ്കൻ തുള്ളലിന്റെ പേരാണ് കല്യാണ സൗഗന്ധികം. എന്താണ്? കല്യാണ സൗഗന്ധികം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, കല്യാണം എന്ന വാക്ക് എഴുതുമ്പോൾ ലാക്ക് എന്ത് വേണ്ട? ഇരട്ടിപ്പ് വേണ്ട. ഓക്കെ അല്ലെ? പദശുദ്ധിയാണ്. പഠിച്ചു വെച്ചോണം. ഞാൻ എന്റെ ഭാഗത്ത് കാണുന്ന മലയാള ചോദ്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു പോകാറുണ്ട്. അതിന്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ കല്യാണ സൗഗന്ധികം, കല്യാണം എഴുതുന്നത് ഒരു ലായേ പാടുള്ളൂ, ഇരട്ടിപ്പ് വേണ്ട. അപ്പോ
തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. ശീതങ്കം തുള്ളലായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്നത്. അത് കല്യാണ സൗന്ദര്യം തുള്ളലാണ്. ഓക്കെ അല്ലെ? ഇനി ഈ കുഞ്ചൻ നമ്പ്യാർക്ക് 2 സ്മാരകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കലക്കത്ത് ഭവൻ, അദ്ദേഹത്തിന്റെ ജന്മദേശവും, 2 അമ്പലപ്പുഴയും. അമ്പലപ്പുഴ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അമ്പലപ്പുഴ വെച്ച് പേവിഷബാധയേറ്റാണ് അദ്ദേഹം മരണപ്പെടുന്നത്. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല, പണ്ഡിവനോട് കടിയാൽ ഒരു പുലിയെ ഖണ്ഡിച്ചാൽ ഞാൻ കണ്ടറിയുന്നേ എന്ന് പാടിയ മനുഷ്യനാണ് പേവിഷബാധയേറ്റ മരിച്ചത്. ഓക്കെ അല്ലെ? ഇനി ഇദ്ദേഹത്തെ കുഞ്ചൻ നമ്പ്യാരെ നമ്മൾ ജനകീയ കവി എന്ന് വിളിക്കുന്നു. ജനകീയ കവി എങ്ങനെ വിളിക്കുന്നുണ്ട്? ജനകീയ കവി. ഒന്നുകൂടെ എങ്ങനെ വിളിക്കുന്നുണ്ട്? ജനകീയ കവി. സെറ്റ് അല്ലേ മക്കളെ? അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ആശാനാണ്, കുമാരൻ ആശാൻ. ആശാൻ സ്മാരക സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ്. ആശാൻ സ്മാരകം എവിടെയാണ്? തോന്നയ്ക്കലാണ്. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഒന്നുകൂടെ, ആശാൻ സ്മാരക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തോന്നയ്ക്കൽ, തിരുവനന്തപുരം ജില്ല. ഒന്നുകൂടെ, ആശാൻ സ്മാരക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തോന്നയ്ക്കൽ, അത് തിരുവനന്തപുരം ജില്ല. ഒന്നുകൂടെ, ആശാൻ സ്മാരകം എവിടെ? തോന്നയ്ക്കൽ, തിരുവനന്തപുരം ജില്ല. മക്കളെ സെറ്റ് അല്ലേ? ഓർത്തു വെക്കാൻ പറ്റില്ലേ? ഇവിടെ ആശാനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു വെക്കുക. ആശാനെ അറിയപ്പെടുന്നത് സ്നേഹഗായകൻ എന്നാണ്. ആശാൻ എങ്ങനെ അറിയപ്പെടുന്നത്? സ്നേഹഗായകൻ, ആശയ ഗംഭീരൻ, ആശയ ഗംഭീരൻ, ദിവ്യകോകിലം, ദിവ്യകോകിലം. പിന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആശാന് അല്ലെ? ആശാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് വീണപൂവും, കരുണയും, നളിനിയും ഒക്കെ തന്നെ. അപ്പോ ആശാന്റെ സ്മാരകം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കലാണ്. തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കൽ. എങ്കിൽ തമ്പുരാൻ സ്മാരകം എവിടെയാണ്? അപ്പൻ തമ്പുരാൻ സ്മാരകം അത് അയ്യന്തോളാണ്, തൃശ്ശൂരാണ്. ഓക്കെ അല്ലെ? അപ്പൻ തമ്പുരാൻ സ്മാരകം എവിടെ? അയ്യന്തോൾ, തൃശ്ശൂർ. അപ്പൻ തമ്പുരാൻ, രാമവർമ്മ അപ്പൻ തമ്പുരാൻ, അതാണ് പൂർണ്ണമായ പേര്. അതായത് നമ്മുടെ ഭാസ്കരമേനോനൊക്കെ എഴുതിയ കക്ഷി. ഭാസ്കരമേനോനൊക്കെ എഴുതിയ കക്ഷി. ഇനി നോക്കിയേ, മോയിൻകുട്ടി വൈദ്യർ സ്മാരകം എവിടെയാണ്? കൊണ്ടോട്ടി. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം എവിടെയാണ്? കൊണ്ടോട്ടി. ഒന്നുകൂടെ, മോയിൻകുട്ടി വൈദ്യർ സ്മാരകം എവിടെ? കൊണ്ടോട്ടി. നമുക്കറിയാം മാപ്പിളപ്പാട്ടുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിഭാഗവും. അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ടുകൾ അടിസ്ഥാനമാക്കിയാണ് മെജോറിറ്റി ഒപ്പനകളും ചിട്ടപ്പെടുത്തുന്നത്. സെറ്റ് അല്ലേ? ഇനി ഉള്ളൂർ സ്മാരകം, അതായത് മഹാകവി ഉള്ളൂര്. ഓക്കെ അല്ലെ? ഉള്ളൂർ സ്മാരകം എവിടെയാണ്? ജഗതിയാണ്, അത് തിരുവനന്തപുരത്ത്. ജഗതി എവിടെ? തിരുവനന്തപുരം. ഒന്നുകൂടെ, ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ജഗതി, തിരുവനന്തപുരം. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, അത് ഇരിങ്ങാലക്കുടയാണ്. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എവിടെ? ഇരിങ്ങാലക്കുട. എങ്കിൽ മഹാകവി പി കുഞ്ഞിരാമൻ നായർ സ്മാരകം, മഹാകവി പി കുഞ്ഞിരാമൻ നായർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞങ്ങാട്. എവിടെയാണ്? കാഞ്ഞങ്ങാട്. ഒന്നുകൂടെ, മഹാകവി പി കുഞ്ഞിരാമൻ നായർ സ്മാരകം എവിടെ? കാഞ്ഞങ്ങാട്, അത് കാസർഗോഡാണ്. പി കുഞ്ഞിരാമൻ നായർ, നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത് നിളയുടെ കവി എന്നാണ്. ഓക്കെ അല്ലേ? എന്തിൽ വിളിക്കുന്നു? നിളയുടെ കവി, നിളയുടെ കവി. നിളയുടെ കഥാകാരൻ ആരാ? അത് MT ആണ്. നിളയുടെ കഥാകാരൻ ആരാ? MT. ഇനി നോക്കിയേ, AR രാജരാജവർമ്മ സ്മാരകം. നല്ല പോയിന്റ് അല്ലേ? AR രാജരാജവർമ്മ സ്മാരകം അതെവിടെയാണ്? മാവേലിക്കര, ആലപ്പുഴ. മാവേലിക്കര, ആലപ്പുഴ. മക്കളെ നോക്കിയേ, AR രാജരാജവർമ്മ. നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കേരള പാണിനി എന്നാണ്. ഓക്കെ അല്ലേ? കേരള പാണി. സത്യത്തിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഈ വ്യാകരണ ഗ്രന്ഥങ്ങളും എഴുതിയിരിക്കുന്ന AR ആണ്. കേരള പാണ്ഡ്യം എഴുതി, ഭാഷാഭൂഷണം എഴുതി, വൃത്തമഞ്ജരി എഴുതി. ഓക്കെ അല്ലേ? ഇനി മുണ്ടശ്ശേരി സ്മാരകം, മുണ്ടശ്ശേരി, ജോസ് മുണ്ടശ്ശേരി. മുണ്ടശ്ശേരി സ്മാരകം വരുന്നത് എവിടെയാണ്? അത് ചെമ്പുക്കാവ്, തൃശ്ശൂര്. മുണ്ടശ്ശേരി സ്മാരകം എവിടെ? ചെമ്പുക്കാവ്, തൃശ്ശൂര്. ഒന്നുകൂടെ, ചെമ്പുക്കാവ്, തൃശ്ശൂര്. ചെമ്പുക്കാവ്, തൃശ്ശൂര്. മുണ്ടശ്ശേരി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയാണ് അല്ലെ? ഇനി മൂലൂർ സ്മാരകം, മൂലൂർ സ്മാരകം, മൂലൂർ സ്മാരകം അത് ഇലവന്തിട്ട, പത്തനംതിട്ട. എവിടെയാണ്? ഇലവന്തിട്ട, പത്തനംതിട്ട. ഒന്നുകൂടെ, എവിടെയാണ്? ഇലവന്തിട്ട, പത്തനംതിട്ട. ഇനി നോക്കിയേ, ഇടശ്ശേരി സ്മാരകം, ഇടശ്ശേരി സ്മാരകം. മക്കളെ, ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരിയാണ് ശക്തിയുടെ കവി. അപ്പോ ഇടശ്ശേരി സ്മാരകം എവിടെ? അത് പൊന്നാനിയിലാണ്. ഓക്കെ അല്ലെ? ഇടശ്ശേരി സ്മാരകം എവിടെയാണ്? അത് പൊന്നാനിയിലാണ്. അവിടെ ഇടശ്ശേരിയെ കുറിച്ച് ഏറ്റവും പ്രധാനമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ, ചില പോയിന്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, ഞാൻ പറഞ്ഞു ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നു. ശക്തിയുടെ കവി, ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നു. ഓക്കെ അല്ലെ? ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ആരാ? ഇടശ്ശേരി. അദ്ദേഹമാണ് പൂതപ്പാട്ട് എഴുതിയത്. എന്തെഴുതി? പൂതപ്പാട്ട്. ഓക്കെ അല്ലെ? അദ്ദേഹമാണ് ഇപ്പൊ എന്തെഴുതിയത്? പൂതപ്പാട്ട് എഴുതിയത്. ഓക്കെ. അദ്ദേഹത്തിന്റെ നാടകം ഏതായിരുന്നു? കൂട്ടുകൃഷി. അതോടെ എഴുതുകയാണ് ഞാൻ സൈഡില്. ഓക്കെ അല്ലെ? എന്താണ്? കൂട്ടുകൃഷി. എങ്കിൽ ചോദ്യം,
നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി. എങ്ങനെയാണ്? നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി. ഒന്നുകൂടെ, നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി, അത് പുന്നയൂർക്കുളം. നമുക്കറിയാം നാലപ്പാട്ട് നാരായണ മേനോൻ മലയാളത്തിൽ വളരെ പ്രഗത്ഭനായ ഒരു കവിയായിരുന്നു. വളരെ വലിയൊരു ആരാധക വൃന്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാലാമണി അമ്മയുടെ അമ്മാവനാണ്, അല്ലെ? ഇനി ചോദ്യം, VT മെമ്മോറിയൽ ട്രസ്റ്റ്. VT മെമ്മോറിയൽ ട്രസ്റ്റ് അത് സ്ഥിതി ചെയ്യുന്നത് അങ്കമാലി, എറണാകുളത്ത്. അങ്കമാലി, എറണാകുളം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് അത് കൊച്ചിയാണ്, എറണാകുളത്ത്. എവിടെയാണ്? കൊച്ചിയാണ്, എറണാകുളത്താണ്. ഇനി ചെറുകാട് സ്മാരക മന്ദിരം. ചെറുകാട് സ്മാരക മന്ദിരം പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ. ഒരു ഗദ്യ സാഹിത്യകാരൻ എന്ന നിലയിൽ വളരെ പ്രസിദ്ധനായ ഒരാളാണ് ചെറുകാട് ഗോവിന്ദ പിഷാരടി, അല്ലെ? ചെറുകാട്. അപ്പോ ഓർത്തു വെക്കുക, ചെറുകാട്, പെരിന്തൽമണ്ണ. ഇനി കണ്ണശ സ്മാരകം. കണ്ണശ സ്മാരകം അത് നിരണത്താണ്, പത്തനംതിട്ട. നിരണം, പത്തനംതിട്ട. നിരണം, പത്തനംതിട്ട. എങ്കിൽ പത്മരാജൻ സ്മാരക ട്രസ്റ്റ്. പത്മരാജൻ, പപ്പേട്ടൻ, അല്ലെ? പത്മരാജൻ സ്മാരക ട്രസ്റ്റ് തിരുവനന്തപുരത്താണ്. പത്മരാജൻ സ്മാരക ട്രസ്റ്റ് എവിടെയാണ്? തിരുവനന്തപുരം. എങ്കിൽ സഹോദരൻ അയ്യപ്പൻ സ്മാരകം. സഹോദരൻ അയ്യപ്പൻ സ്മാരകം അത് ചെറായി, എറണാകുളം. ഓക്കെ അല്ലെ? ഒന്നുകൂടെ, സഹോദരൻ അയ്യപ്പൻ സ്മാരകം എവിടെയാണ്? ചെറായി, എറണാകുളം. ചെറായി, എറണാകുളം. എങ്കിൽ ചങ്ങമ്പുഴ സ്മാരകം. പലരും ചങ്ങമ്പുഴ സ്മാരകവും സ്ഥലവും ഒന്നു തന്നെയാണെന്ന് കരുതാറുണ്ട്. തെറ്റ്. ഇടപ്പള്ളിയാണ്. ഇടപ്പള്ളി. ചങ്ങമ്പുഴ സ്മാരകം എവിടെയാണ്? ഇടപ്പള്ളി. ഇപ്പോൾ തകഴി മ്യൂസിയമോ? തകഴിയിൽ തന്നെ. ഓക്കെ അല്ലെ? എവിടെയാണ്? തകഴി. എങ്കിൽ ചെമ്പൈ സ്മാരകം. ചെമ്പൈ സ്മാരകം കോട്ടായി. ചെമ്പൈ സ്മാരകം എവിടെ? കോട്ടായി. കോട്ടായി എവിടെ? പാലക്കാട്. മക്കളെ ഒന്നുകൂടെ, ചെമ്പൈ സ്മാരകം എവിടെയാണ്? കോട്ടായി ആണ്. കോട്ടായി എവിടെയാ? പാലക്കാട്. കോട്ടായി എവിടെ? പാലക്കാട്. സെറ്റ് അല്ലേ മക്കളെ? കോട്ടായി എവിടെയാണ്? പാലക്കാട്. മക്കളെ വിട്ടുപോകില്ലല്ലോ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം. സെറ്റാണ് എന്ന് വിശ്വസിക്കുന്നു, മുമ്പോട്ട് പോകുന്നു. സെറ്റാണ് എന്ന് വിശ്വസിക്കുന്നു, മുമ്പോട്ട് പോകുന്നു. സെറ്റ് അല്ലേ? ഓക്കെ, മുന്നോട്ട് പോകുന്നു. അപ്പൊ അവിടെ നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് മേൽപ്പത്തൂർ സ്മാരകമാണ്. മേൽപ്പത്തൂർ സ്മാരകം. അപ്പൊ മേൽപ്പത്തൂർ സ്മാരകം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി വെച്ചേ, മേൽപ്പത്തൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അത് ചന്ദനക്കാവാണ്. മേൽപ്പത്തൂർ സ്മാരകം എവിടെയാണ്? ചന്ദനക്കാവ്. അത് മലപ്പുറത്താണ്. മേൽപ്പത്തൂർ സ്മാരകം ചന്ദനക്കാവ്, മലപ്പുറം. മേൽപ്പത്തൂർ സ്മാരകം ചന്ദനക്കാവ്, മലപ്പുറം. എങ്കിൽ കുഞ്ഞാലിമരയ്ക്കർ സ്മാരകം. കുഞ്ഞാലിമരയ്ക്കർ സ്മാരകം അത് ഇരിങ്ങൽ, കോഴിക്കോട്. കുഞ്ഞാലിമരയ്ക്കർ സ്മാരകം ഇരിങ്ങൽ, കോഴിക്കോട്. ഇരിങ്ങൽ, കോഴിക്കോട്. എങ്കിൽ പഴശ്ശി സ്മാരകം. പഴശ്ശി സ്മാരകം മാനന്തവാടി, വയനാട്. പഴശ്ശി സ്മാരകം മാനന്തവാടി, വയനാട്. സെറ്റല്ലേ മക്കളെ? അപ്പൊ ഈ ഒരു ഭാഗത്ത് സ്ഥിരമായി PSC ചോദിക്കുന്നവയാണ് ഞാൻ ഈ പറഞ്ഞ സ്മാരകങ്ങളും അവയുടെ ആസ്ഥാനങ്ങളും. ഈ ഒരു ഭാഗം നന്നായി പഠിച്ചു വെക്കുക. ഇതിനോടൊപ്പം കിട്ടുന്ന സ്മാരകങ്ങൾ കൂടെ ഒന്ന് ചേർത്ത് വെച്ച് പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.